ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴും അതുപോലെ റിഡംഷൻ ചെയ്യുമ്പോഴും പ്രീമിയത്തിലായാലും പാറിലായാലുമുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 6 കേസസ് ആണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 2 പ്രോബ്ലംസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹4 lakh issued at a premium of 10% redeemable at par. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലും റിഡംഷൻ പാറിലുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലത്തെ 3ാമത്തെ കേസാണ്. ഇഷ്യൂ പ്രീമിയത്തിലും റിഡംഷൻ പാറിലുമാണെങ്കിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്താ ജേർണൽ എൻട്രി വരേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് നോക്കുക. നമ്മൾ സാധാരണ പറഞ്ഞോളം തന്നെ 2 ഹെഡായിട്ട് എഴുതണം. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവും അറ്റ് ദ ടൈം ഓഫ് റിഡംഷനും. അതായത് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആകുമ്പോൾ എന്താ ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇഷ്യൂ അറ്റ് പ്രീമിയത്തിലാണ്. നമ്മൾ സാധാരണ ഡിബഞ്ചർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കുള്ള ജേർണൽ എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതിലെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ നേരെ എന്തെന്ന് എഴുതാം? എത്രയാണ് പ്രീമിയത്തിൽ? 4 lakhന് 10% ആണ് പ്രീമിയം. അപ്പോൾ 4 lakhന് 10% എന്ന് പറയുന്നത് 40,000 എന്ന് എഴുതി. ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ നേരെ അതിൻ്റെ ഫേസ് വാല്യൂ. എല്ലാ കേസിലും ഡിബഞ്ചേഴ്സിൻ്റെ നേരെ എന്താണ് എഴുതുന്നത്? അതിൻ്റെ ഫേസ് വാല്യൂ ആണ് എഴുതുന്നത്. എത്രയാണ് ഫേസ് വാല്യൂ? 4 lakh ആണ്. ദെൻ അത് രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ എഴുതുക. ദാറ്റ് ഈസ് 4,40,000. കാരണം ബാങ്കിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ഫേസ് വാല്യൂവും പ്രീമിയം കൂടിയ എമൗണ്ട് ആണ് ബാങ്കിലേക്ക് വരിക. അതുകൊണ്ടാണ് അവിടെ 4,40,000 വന്നിരിക്കുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,40,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh ടു സെക്യൂരിറ്റീസ് പ്രീമിയം 40,000. അപ്പോൾ അതാണ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി വരുന്നത്. ഇവിടെ റിഡംഷൻ അറ്റ് പാറിലായതുകൊണ്ട് അതിൻ്റെ കൺസിഡറേഷൻ നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. റിഡംഷനിലെ ഡിസ്കൗണ്ടോ പ്രീമിയോ ആണെങ്കിലാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ജേർണൽ എൻട്രിയിൽ വരും. അപ്പോൾ റിഡംഷൻ അറ്റ് പാറിലാണെങ്കിൽ നമ്മൾ അവിടേക്ക് നോക്കിയേ വേണ്ട. ഓൺലി ഇഷ്യൂവിൻ്റെ കേസസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദെൻ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ അറ്റ് പാറിലാണ്. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 4 lakh ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4 lakh. യാതൊരു വ്യത്യാസമില്ല, കാരണം റിഡംഷൻ അറ്റ് പാറായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഒരു പ്രോബ്ലം, അതുപോലെ ഇന്നലെ പഠിച്ച 2 പ്രോബ്ലം എന്തായിരുന്നു? 3 കേസും റിഡംഷൻ അറ്റ് പാറായിരുന്നു. റിഡംഷൻ അറ്റ് പാറാകുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അറ്റ് പാറിലാണെങ്കിൽ ജസ്റ്റ് ജേർണൽ എൻട്രി എഴുതുക. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് കൊടുക്കുക. പ്രീമിയം ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക. അത്രയ്ക്ക് വ്യത്യാസമുള്ളൂ. 3 കേസിലും അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ്റെ ജേർണൽ എൻട്രി സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹4 lakh issued at par redeemable at a premium of 10%. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് പാറിലാണ്. അപ്പോൾ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിന് റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും റിഡംഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ പാസ്സാക്കണം. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എഴുതിയാൽ മതി. പക്ഷേ നമ്മൾ പാറിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. അപ്പോൾ നമ്മൾ റിഡംഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്യണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ പഠിച്ച 4ാമത്തെ കേസാണ്. ജേർണൽ എൻട്രി നോക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഓക്കെ, അതിലെ ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിലെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്കിലേക്ക് എത്ര രൂപ വരിക? അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര രൂപ വരും? 4 lakh rupees തന്നെ വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിൻ്റെ നേരെ 4 lakh എഴുതി. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അവിടെ എന്താ എഴുതേണ്ടത്? നമ്മളന്ന് പഠിച്ചപ്പോൾ എന്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്? പ്രീമിയം ഓൺ റിഡംഷൻ ആണ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റിഡംഷൻ ഇങ്ങനെ പ്രീമിയത്തിലാണ്, 10% പ്രീമിയത്തിലാണ്. അതായത് 4 lakhസിൻ്റെ 10%, ദാറ്റ് ഇസ് ഈക്വൽ ടു 40,000. അപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 40,000 എഴുതണം. ടു ഡിബഞ്ചേഴ്സിന് നേരെ ഫേസ് വാല്യൂ എഴുതി. ദാറ്റ് ഈസ് 4 lakh ടു പ്രീമിയം ഓൺ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 40,000. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4 lakhs ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 40,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh
ടു പ്രീമിയം ഓൺ റിഡംഷൻ 40,000. അതാണ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂൻ്റെ സമയത്തുള്ള ജേർണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ ഇഷ്യൂ പാറിലാണെങ്കിലും അതിൻ്റെ എന്തും കൂടി നമ്മൾ നോക്കണം. റിഡംഷൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണം. റിഡംഷൻ പാറിലാണെങ്കിൽ നമുക്ക് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, സാധാരണ എഴുതുന്ന പോലെ ജേർണൽ എൻട്രി എഴുതിയാൽ മതി. പക്ഷേ റിഡംഷൻ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ആണെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും. ഓക്കെ, ദെൻ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ്റെ സമയത്തിൽ എഴുതണം. ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിഡംഷൻ, എങ്ങനെയാണ് പ്രീമിയത്തിലാണ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ റിഡംഷൻ സമയത്ത് എന്ത് കൊടുക്കണം? ഡെബിറ്റ് ആണ് കൊടുക്കേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു. നമ്മൾ നേരത്തെ എഴുതിയില്ല ക്രെഡിറ്റ് കൊടുത്തിട്ട്. അപ്പോൾ ഇഷ്യൂ ക്രെഡിറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷന് നമ്മൾ ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരിക? ഡിബഞ്ചർ. സാധാരണ നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രി എന്തായിരുന്നു? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ്. ഇത് പ്രീമിയത്തിലായതുകൊണ്ട് പ്രീമിയം ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചറിന് നേരെ ഫേസ് വാല്യൂ ചെയ്താൽ ദാറ്റ് ഈസ് 4 lakh. പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്? 40,000. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രീമിയം ഓൺ റിഡംഷൻ 40,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് 4,40,000. ഓക്കെ, അതാണ് ആദ്യത്തെ ജേർണൽ എൻട്രി വരിക. പിന്നെ അവർക്ക് കാശ് കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, നേരെ ബാങ്കിലേക്ക് കൊടുക്കണം. എത്ര രൂപ കൊടുക്കണം അവർക്ക്? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് അതടക്കമുള്ള എമൗണ്ട് കൊടുക്കണം. എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരും? 4,40,000 rupees നമ്മൾ കൊടുക്കണം. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 4,40,000 ടു ബാങ്ക് 4,40,000. ഓക്കെ, അപ്പോൾ ഇതാണ് റിഡംഷൻ സമയത്തുള്ള ജേർണൽ എൻട്രി വരിക. നോക്കുക, റിഡംഷൻ സമയത്ത് പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ നോക്കുക. പ്രീമിയം ആണെങ്കിൽ ഡെബിറ്റ് കൊടുക്കുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രി വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 14% debentures of rupees 4 lakh issued at a discount and redeemable at a premium of 10%. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ഡിസ്കൗണ്ടിലും റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലും. ഇതാണ് രണ്ട് നഷ്ടം ഉണ്ടാവുന്ന കേസ് എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിലാവുന്നത് കൊണ്ട് അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാവുന്നത് കൊണ്ട് അപ്പോഴും കമ്പനിക്ക് ഒരു നഷ്ടം ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി ആണ്. ജേർണൽ എൻട്രി സെയിം ആണ്. പക്ഷെ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, നമ്മുടെ ഇഷ്യൂ പാറിലും റിഡംഷൻ പ്രീമിയത്തിലുമായിട്ടുള്ള സെയിം ജേർണൽ എൻട്രി തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുക. പക്ഷേ എമൗണ്ടുകൾ വ്യത്യാസം വരും. അപ്പോൾ ജേർണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അതിലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് കിട്ടുക? നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുക. അതായത് എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്? 10% ആണ് ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 4 lakhൻ്റെ 10% ആയ 40,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ ബാങ്കിലേക്ക് വരുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്താ ചെയ്തത്? 4 lakhsൽ നിന്ന് 4 lakhsൻ്റെ 10% കുറച്ച് എമൗണ്ട് ആയ 3,60,000 ആണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3,60,000. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അവിടെ രണ്ട് നഷ്ടവും നമ്മൾ എഴുതണം. അതായത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നഷ്ടം വരുന്നുണ്ട്, അതുപോലെ റിഡംഷൻ നടത്തുമ്പോൾ നമ്മൾ നഷ്ടം വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ കാശാണ് തിരിച്ചു കൊടുക്കുന്നത്, അവരുടെ നിന്ന് മേടിച്ചതിനേക്കാൾ കൂടുതൽ കാശാണ്. അപ്പോൾ രണ്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ 40,000 രൂപ നഷ്ടം വരുന്നുണ്ട്. റിഡംഷൻ സമയത്ത് പ്രീമിയം എത്ര ശതമാനമാണ്? 10%. അതായത് 4 ലക്ഷത്തിൻ്റെ 10% 40,000 അവിടെ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ 40,000 അവിടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. മനസ്സിലായില്ലേ? നമ്മൾ ഇഷ്യൂ ഡിസ്കൗണ്ടിലും റിഡംഷൻ പ്രീമിയത്തിലുമാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നഷ്ടം വരുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ വില കുറച്ചിട്ടാണ് അവരുടെ നിന്ന് വാങ്ങുന്നത്. അപ്പോഴത്തെ നഷ്ടം എത്രയാണ്? 40,000. ദെൻ റിഡംഷൻ എങ്ങനെയാണ്? കൂടുതൽ കാശ് കൊടുക്കുന്നത്, 10% കൂടുതലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നഷ്ടം വരുന്നുണ്ട്. 4 lakhsൻ്റെ 10% എന്ന് പറയുന്നത് 40,000. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയ 80,000 രൂപയാണ് നമുക്ക് ലോസ് വരുന്നത്. അതാണ് അവിടെ എഴുതേണ്ടത്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 80,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേരെ എപ്പോഴും എന്ത് എഴുതണം? ഫേസ് വാല്യൂ എഴുതണം. ദാറ്റ് ഈസ് 4 lakh. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ പ്രീമിയം എത്രയാണ്? എങ്ങനെയാണ് പ്രീമിയം? 4 lakhsൻ്റെ 10% ആയ 40,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000. അപ്പോൾ ജേർണൽ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3,60,000 ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh ടു പ്രീമിയം ഓൺ റിഡംഷൻ 40,000. അപ്പോൾ ഇതാണ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവിൻ്റെ സമയത്തുള്ള
ജേണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ ഈ ജേണൽ എൻട്രി നേരത്തെ എഴുതിയ ജേണൽ എൻട്രിയും ഇപ്പോൾ എഴുതിയ ജേണൽ എൻട്രിയും സെയിം തന്നെയാണ്. പക്ഷേ ആ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് കാൽക്കുലേഷൻ വ്യത്യാസം വന്നു. നേരത്തെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല, കാരണം മറ്റു പാർലായതുകൊണ്ട്, അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നഷ്ടമുണ്ട്, അതുപോലെ റിഡംഷൻ സമയത്തും നഷ്ടമുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ജേണൽ എൻട്രി എഴുതാനായിട്ട്. ഓക്കെ, ദെൻ റിഡംഷൻ സമയത്ത് നോക്കാം. റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്, അതിൽ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ നേരത്തെ എഴുതിയ അതേ ജേണൽ എൻട്രി തന്നെയാണ് ഇവിടെയും എഴുതേണ്ടതായിട്ട് വരിക. റിഡംഷൻ പ്രീമിയത്തിലാവുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം എമൗണ്ട് റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ ഫേസ് വാല്യൂ ആയ 4 lakh എഴുതി. പ്രീമിയം എമൗണ്ട് റിഡംഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 40,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 4,40,000. അപ്പോൾ ജേണൽ എൻട്രി അത് എഴുതി. ഇതാണ് അവർക്ക് കാശ് കൊടുക്കണം. എത്ര രൂപ കൊടുക്കണം, 4,40,000 rupees കൊടുക്കണം. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4,40,000. ആ ജേണൽ എൻട്രിയിൽ വ്യത്യാസമില്ല കേട്ടോ, കാരണം റിഡംഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിലും പ്രീമിയത്തിൽ തന്നെയായിരുന്നു, ഇതിലും പ്രീമിയത്തിൽ തന്നെയാണ്, അതുകൊണ്ട് അതിൽ വ്യത്യാസമില്ല. അപ്പോൾ രണ്ടും ജേണൽ എൻട്രികൾ നോക്കുമ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനെയും ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിനെയും ജേണൽ എൻട്രികളൊക്കെ സെയിം ആണ്. എമൗണ്ട് കാൽക്കുലേഷൻ മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 14% debentures of rupees 4 lakh issued at a premium and redeemable at a premium of 10%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ, റിഡംഷൻ നടത്തുന്നതും പ്രീമിയത്തിൽ. അപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് മാത്രം നഷ്ടം ഉണ്ടാവണമല്ലോ, ഇതാ റിഡംഷൻ സമയത്ത് മാത്രം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ലാഭമാണ്, അവർ കൂടുതൽ എമൗണ്ട് കഴിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് റിഡംഷൻ നടത്തുമ്പോൾ അവർ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി വ്യത്യാസമുണ്ട്. 6ാമത്തെ കേസാണ്, നമ്മൾ അന്ന് പഠിച്ചതിലുള്ള 6ാമത്തെ കേസാണ്. അപ്പോൾ 4ലും 5ലുമാണ് സെയിം ജേണൽ എൻട്രി വരിക, 6ാമത്തെ കേസിൽ വ്യത്യാസമുണ്ട്. അന്ന് പഠിച്ച ജേണൽ എൻട്രി നോക്കി നോക്കിയാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. കാരണം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അപ്പോൾ എന്തായാലും ക്രെഡിറ്റ് എന്ത് കൊടുക്കണം, സെക്യൂരിറ്റീസ് പ്രീമിയം കൊടുക്കണം. പിന്നെ റിഡംഷൻ പ്രീമിയം ഉണ്ട്, അതും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ അതാണ് ജേണൽ എൻട്രി വന്നിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. നമുക്ക് എമൗണ്ടുകൾ നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയിലേക്ക് എത്ര രൂപ വരും, അവർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രീമിയത്തിലാണ്, 10% പ്രീമിയത്തിൽ. അപ്പോൾ 4 lakhs-ന്റെ 10% കൂട്ടിയ എമൗണ്ട് നമുക്ക് കിട്ടും. പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ 100 രൂപയുടെ സാധനം 110 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 110 രൂപ വെച്ച് കിട്ടും. അപ്പോൾ 4 lakhs-ന്റെ 10% കൂട്ടിയ എമൗണ്ട് എത്രയാണ്, 4,40,000 rupees നമുക്ക് ബാങ്കിലേക്ക് വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 4,40,000 എഴുതി. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അവിടെ എന്താ എഴുതേണ്ടത്, റിഡംഷൻ സമയത്തുള്ള നഷ്ടം. അതായത് റിഡംഷൻ സമയത്ത് നമ്മൾ പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്, അപ്പോൾ അവിടെ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. 10% തന്നെയാണ് പ്രീമിയം. അപ്പോൾ 4 lakhs-ന്റെ 10% ആയ 40,000 ആണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 40,000 എന്ന് എഴുതി. ദെൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, എപ്പോഴും ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ ഫേസ് വാല്യൂ എഴുതാം 40,000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എന്താണ് പ്രീമിയം എത്രയാണ്, 40,000. രണ്ടും 10% ആയതുകൊണ്ട് എമൗണ്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് എഴുതുന്നത് എന്താണ്, ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം. റിഡംഷൻ സമയത്തുള്ള പ്രീമിയത്തിൽ നമ്മൾ എപ്പോഴും എന്താണ് എഴുതുക, പ്രീമിയം ഓൺ റിഡംഷൻ എന്നാണ് എഴുതുക. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം 40,000, ദെൻ പ്രീമിയം ഓൺ റിഡംഷനും 10% തന്നെയാണ്, അപ്പോൾ അതും 40,000 തന്നെ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നു ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,40,000, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 40,000, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh, ടു സെക്യൂരിറ്റീസ് പ്രീമിയം 40,000, ടു പ്രീമിയം ഓൺ റിഡംഷൻ 40,000. അപ്പോൾ അതാണ് ജേണൽ എൻട്രി വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ, ഇഷ്യൂ ചെയ്യുന്ന സമയത്തും റിഡംഷൻ ചെയ്യുന്ന സമയത്തും പ്രീമിയം ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ജേണൽ എൻട്രിയാണ് വരുന്നത്. മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്ത റിഡംഷൻ്റെ ജേണൽ എൻട്രി നമ്മൾ നേരത്തെ എഴുതിയതാണ്, യാതൊരു വ്യത്യാസവും ഇല്ല, അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ റിഡംഷൻ്റെ ജേണൽ എൻട്രി ചെയ്ത് നമ്മൾ നേരത്തെ എഴുതിയോളം തന്നെ, കാരണം റിഡംഷൻ പ്രീമിയത്തിലാണ്. റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സിൻ്റെ നേരെ ഫേസ് വാല്യൂ 4 lakh, പ്രീമിയം ഓൺ റിഡംഷൻ 10% തന്നെയാണ് 40,000, ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് 4,40,000.
ദെൻ അത് നമുക്ക് കാശ് കൊടുക്കണം. എത്ര രൂപ കൊടുക്കണം? 4,40,000 rupees വെച്ചിട്ട് തന്നെ കൊടുക്കണം. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4,40,000. അത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ തന്നെയാണ്, കാരണം റിഡംഷൻ പ്രീമിയത്തിൽ തന്നെയാണ്, അപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 3 കേസസ് ഇല്ലേ, ആ 3 കേസസിൻ്റെയും എമൗണ്ടുകൾ ഫസ്റ്റത്തെ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രികളൊന്ന് ബൈ ഹാർട്ട് പഠിക്കുക. ആദ്യത്തിൽ എന്തായിരുന്നു? ഇഷ്യൂ പാറിലും റിഡംഷൻ പ്രീമിയത്തിലും. രണ്ടാമത്തത് ഇഷ്യൂ ഡിസ്കൗണ്ടിലും റിഡംഷൻ പ്രീമിയത്തിലും. മൂന്നാമത്തത് ഇഷ്യൂവും റിഡംഷനും പ്രീമിയത്തിലും. ആ 3 കേസസിൻ്റെയും ഒപ്പം റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിനും ജേർണൽ എൻട്രി സെയിം ആണ്, എമൗണ്ട് കാൽക്കുലേഷൻ മാത്രം വ്യത്യാസം. മൂന്നാമത്തേൻ്റെ ജേർണൽ എൻട്രിയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്കത് മെമ്മറിയിൽ പെട്ടെന്ന് നിൽക്കും. ഓക്കെ. Next question. On 1st May 1995, Sagar Limited issue 5,013% debentures of ₹100 each at a discount of 5%, redeemable on 30th April 2010 at a premium of 10%. ഇത് വേറെ വ്യത്യാസമൊന്നുമില്ല, ഡേറ്റ് ഒക്കെ വെച്ച് തന്നിരിക്കുന്നു. ഇവിടെ വേറെ ഡേറ്റ് വെച്ച് തന്നാലും നമുക്ക് വേറെ കാൽക്കുലേഷനിൽ യാതൊരു വ്യത്യാസമൊന്നുമില്ല. എന്താണ് ക്വസ്റ്റ്യൻ? ഇഷ്യൂ ഡിസ്കൗണ്ടിലും റിഡംഷൻ പ്രീമിയത്തിലും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 എണ്ണത്തിലെ രണ്ടാമത്തെ കേസ്. 3 എണ്ണം എന്ന് വെച്ചാൽ മൊത്തം 6 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 എണ്ണം വെരി സിമ്പിളാണ്, ലാസ്റ്റത്തെ 3 എണ്ണമാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ്. ആ 3 കോംപ്ലിക്കേറ്റഡിൽ രണ്ടാമത്തെ കേസാണ് പറയുന്നത്, അതായത് ഇഷ്യൂ ഡിസ്കൗണ്ടിലും റിഡംഷൻ പ്രീമിയത്തിലും. അപ്പോൾ എന്താണ്? 2 നഷ്ടം വരുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് അവിടെ ഒരു നഷ്ടം വരുന്നുണ്ട്. ദെൻ റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് അവിടെയും ഒരു നഷ്ടം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ജേർണൽ എൻട്രി വരിക? അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അതില്ലേ ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് കിട്ടുക? ഇഷ്യൂ ചെയ്യേണ്ട ഡിസ്കൗണ്ടിലാണ് 5%. അപ്പോൾ 5% ഡിസ്കൗണ്ടിലാണെങ്കിൽ നമുക്കത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ എത്രയാണ്? 5,000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് 5 lakhsൽ നിന്ന് 5 lakhsൻ്റെ 5% കണ്ടുപിടിക്കണം. 5000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ 5,000 × 100 5 lakhs ആണ് മൊത്തം ഡിബഞ്ചറിൻ്റെ വാല്യൂ വരിക. അത് 5% ഡിസ്കൗണ്ട്. അപ്പോൾ 5 lakhsൽ നിന്ന് 5 lakhsൻ്റെ 5% ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,75,000 ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്തെന്ന് എഴുതി? 4,75,000 എഴുതി. അതിനടുത്ത് എന്താണ്? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. നമ്മൾ ഈ കേസിൽ നമുക്ക് 2 നഷ്ടമുണ്ട്. ഇഷ്യൂ ഡിസ്കൗണ്ടിലും റിഡംഷൻ പ്രീമിയത്തിലും ആയതുകൊണ്ട് 2 ലോസ് ഉണ്ട്. ആ 2 ലോസ് നമ്മളവിടെ കൺസിഡർ ചെയ്യണം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ലോസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 5 lakhsൻ്റെ 5% എന്ന് പറയുന്നത് 25,000 ആണ്. ദെൻ റിഡംഷൻ എങ്ങനെയാണ്? 10% പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത്. അതായത് 5 lakhsൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 50,000 ആണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള നഷ്ടം എന്ന് പറയുന്നത് 25,000ഉം റിഡംഷൻ സമയത്തുള്ള നഷ്ടം എന്ന് പറയുന്നത് 50,000ഉമാണ്. അത് രണ്ടും കൂടി കൂട്ടി നമുക്ക് മൊത്തം എത്ര വരും? 75,000 വരും. അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ നേരെ എഴുതേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 75,000. മനസ്സിലായില്ലേ? ഇഷ്യൂ അത് ഇതിൽ റേഷ്യോ വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ 2ഉം 10% ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇഷ്യൂ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് 5%ഉം റിഡംഷൻ പ്രീമിയത്തിൻ്റെ പെർസെൻറ്റേജ് 10%ഉമാണ്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 5 lakhsൻ്റെ 5% എന്ന് പറയുന്നത് 25,000ഉം 5 lakhsൻ്റെ 10% എന്ന് പറയുന്നത് 10%ഉമാണ്. അപ്പോൾ നമുക്ക് എമൗണ്ടായിട്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടായിട്ട് നമുക്ക് 75,000 കിട്ടി. ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ നേരെ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഫേസ് വാല്യൂ എഴുതി, ദാറ്റ് ഈസ് 5 lakhs എഴുതി. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ്റെ നേരെ എത്ര എഴുതേണ്ടത്? നമ്മൾ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. 5 lakhsൻ്റെ 10% ആയ 50,000 എഴുതി. ഓക്കെ, അപ്പോൾ എങ്ങനെ ജേർണൽ എൻട്രി വന്ന? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,75,000, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 75,000, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 5 lakhs, ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 50,000. അപ്പോൾ അതാണ് ജേർണൽ എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത് എന്താണ്? ഇനി കുഴപ്പമൊന്നുമില്ല, റിഡംഷൻ സമയത്തുള്ള ജേർണൽ എൻട്രി എളുപ്പമാണ്. എന്താണ്? റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ പ്രീമിയം ഡെബിറ്റ് കൊടുക്കണം. സോ ജേർണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചറിൻ്റെ നേരെ ഫേസ് വാല്യൂ എഴുതാം 5 lakhs,
പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 50,000 രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നേരെ ചെയ്ത ദാറ്റ് ഈസ് 5,50,000. then നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കാശ് കൊടുക്കുന്നു. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് 5,50,000 ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് കണ്ടുപിടിക്കൽ മാത്രമാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് രണ്ട് നഷ്ടം ഉണ്ടാവുന്നു. ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ടും അതുപോലെ റിഡംഷൻ നടത്തുന്ന സമയത്തുള്ള പ്രീമിയം. അതിലൊന്നും ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. Next problem. On 1st January 2000, Vivek Company issued 4,000 14% debentures of rupees 100 each, redeemable on 31st December 2010 at a premium of 5%. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ് ഒന്നും നമ്മൾ നോക്കണ്ട. ഇഷ്യൂ ചെയ്തേക്കണത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, 100 each എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പോൾ എന്തായിരിക്കും ഇഷ്യൂ ചെയ്തേക്കണത് പാറിലാണ്, പക്ഷെ റിഡംഷൻ പ്രീമിയത്തിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഏറ്റവും ആദ്യത്തെ, അതായത് ടോട്ടലിൽ നാലാമത്തത് കോംപ്ലിക്കേഷനിലെ ആദ്യത്തെ കേസാണ്. ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, പക്ഷെ റിഡംഷൻ പ്രീമിയത്തിലാണ്. അപ്പോൾ ജേർണൽ എൻട്രി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ ജേർണൽ എൻട്രി തന്നെയാണ് വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഇവിടെ ലോസ് നമുക്ക് ഒരു സമയത്ത് നമുക്ക് വരുന്നത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, പക്ഷെ റിഡംഷൻ സമയത്ത് പ്രീമിയത്തിലായതുകൊണ്ട് നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വരും? അറ്റ് പാറിലായതുകൊണ്ട് ഫേസ് വാല്യൂ തന്നെയാണ് വരിക. 4,000 ഡിബഞ്ചേഴ്സ് ആണ്, 100 rupees വെച്ചിട്ട്. അപ്പോൾ എത്ര വരും? 4 lakhs rupees വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ 4 lakh എഴുതി. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നഷ്ടമില്ല, പക്ഷേ റിഡംഷൻ സമയത്ത് നഷ്ടമുണ്ട് പ്രീമിയത്തിലായതുകൊണ്ട്. എത്ര ശതമാനമാണ് പ്രീമിയം? 5%. അപ്പോൾ 4 lakhsൻ്റെ 5% ആണ് നമുക്ക് നഷ്ടം വരിക. ദാറ്റ് ഈസ് 20,000. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതി. ദെൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ ഫേസ് വാല്യൂ തന്നെ എഴുതുക, 4 lakh. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. റിഡംഷൻ സമയത്തുള്ള പ്രീമിയം എത്രയാണ്? 20,000 ആണ്. 4 lakhൻ്റെ 5%. അതിന് നേരെ നിന്ന് എഴുതി 20,000 എന്ന് എഴുതി. അപ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4 lakh, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 20,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 20,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്യൂ പാറിലായതുകൊണ്ട് റിഡംഷൻ സമയത്ത് മാത്രമേ നമുക്ക് നഷ്ടം വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. റിഡംഷൻ സമയത്തുള്ള പ്രീമിയം എന്ന് പറയുന്നത് 5% ആണ്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 4 lakhൻ്റെ 5% നമ്മൾക്ക് നഷ്ടം വരുന്നുണ്ട്. അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതുന്നതായിട്ട് വരിക. പിന്നെ കോമൺ എൻട്രിയാണ്. റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ അതേ ജേർണൽ എൻട്രി തന്നെ. എന്താണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ ഫേസ് വാല്യൂ എഴുതുക, ദാറ്റ് ഈസ് 4 lakh. പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 20,000. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നേരെ രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ആയ 4,20,000 എഴുതി. ദെൻ അത് നമ്മൾ ബാങ്കിൽ നിന്ന് പോകുന്നു, ദാറ്റ് ഈസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4,20,000 നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഷ്യൂ പാറിലായതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ഒരു സമയത്ത് മാത്രമേ നമുക്ക് നഷ്ടം ഉണ്ടാവുന്നുള്ളൂ. റിഡംഷൻ പ്രീമിയത്തിൽ മാത്രം നഷ്ടം ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് നമുക്ക് ഒരു നഷ്ടം നോക്കിയാൽ മതി. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ഇഷ്യൂ സമയത്തും റിഡംഷൻ സമയത്തും നഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ടും കൂട്ടി എഴുതിയത്. ഓക്കെ, താങ്ക് യു.